മാന്യരേ കലാസ്നേഹികളെ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പൂർവ്വകാല സംഘടനയായ സീറ്റയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരൈറ്റം കഥാപ്രസംഗം. പ്രേമം ഒരു സുന്ദര വികാരമാണ്. മനസ്സിലെങ്കിലും പ്രേമിക്കാത്തവർ ആരുമില്ല. ഇതാ നിങ്ങൾക്കായി ഒരു പ്രേമകഥ ഇവിടെ തുടങ്ങുന്നു. പച്ചാളം സത്യൻ ഗഞ്ചീര, തൊരപ്പൻ ജയകൃഷ്ണൻ തബല, ഗൾഫ് ഗേറ്റ് മാത്യു വയലിൻ, ജൂനിയർ യേശുദാസ് ഹരി പിന്നണി, ഖാദികൻ പരമൻ ജോഷി പത്തനാപുരം, ഹാർമോണിയം സലിൽ വാടകയിൽ. ഇതാ നിങ്ങൾക്കായി കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, ഈ സ്വപ്നസുന്ദര വേദിയിൽ ഒരു കഥ അവതരിപ്പിക്കാൻ അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. കാതികർ ഞങ്ങൾ, കന്നിക്കാതികർ ഞങ്ങൾ, കാതികർ ഞങ്ങൾ, കന്നിക്കാതികർ ഞങ്ങൾ, കഥ തീരും വരെ നല്ലവർ നിങ്ങൾ എറിഞ്ഞു വീഴ്ത്തല്ലേ, ഞങ്ങളെ എറിഞ്ഞു വീഴ്ത്തല്ലേ. കാതികർ ഞങ്ങൾ, കഥ തീരും വരെ നല്ലവർ നിങ്ങൾ എറിഞ്ഞു വീഴ്ത്തല്ലേ, ഞങ്ങളെ എറിഞ്ഞു വീഴ്ത്തല്ലേ. നിറം മങ്ങിയ കഥയല്ല, നേരെ അടർത്തി മാറ്റിയ കഥയല്ല, പിന്നെ നന്മ നിറഞ്ഞൊരു പ്രണയകഥ. 1942 വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രണയലേഖനം എന്ന കഥയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈശ്വരന്മാർ വരെ പ്രേമിച്ചിട്ടുണ്ട്. വയലാർ എഴുതി, ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കും മുമ്പേ. എന്താണ് പറഞ്ഞത്? പ്രേമം ദിവ്യമാമൊരനുഭൂതി, പ്രേമം ദിവ്യമാമൊരനുഭൂതി. ഒരു 10-70 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കേരളം, വളരെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ഗ്രാമം. നമ്മുടെ നായകന്റെ പേര് കേശവൻ നായർ. പൊന്മാല ഇല്ലെങ്കിലും പൊന്നാട ഇല്ലെങ്കിലും കേശവൻ നായരൊരു മിടുമിടുക്കൻ, നമ്മുടെ കേശവൻ നായരൊരു മിടുമിടുക്കൻ. പൊന്മാല ഇല്ലെങ്കിലും പൊന്നാട ഇല്ലെങ്കിലും കേശവൻ നായരൊരു മിടുമിടുക്കൻ, നമ്മുടെ കേശവൻ നായരൊരു മിടുമിടുക്കൻ. വയസ്സ് 25. ചെറിയൊരു പ്രൈവറ്റ് ബാങ്കിലെ സാധാരണ ശമ്പളക്കാരൻ, വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു പാവം നല്ലൊരു മനുഷ്യൻ. നമ്മളുടെ നായികയുടെ പേരാണ് സാറാമ്മ. ചട്ടമുണ്ടും അണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, നല്ലൊരു നാടൻ പെണ്ണ്. ചട്ടമുണ്ട് അണിഞ്ഞും കൊണ്ടുള്ളൊരു പെണ്ണ്, നല്ലൊരു നാടൻ പെണ്ണ്. പിന്നെയോ ഇരുമുടി കേട്ട് പിന്നീട്ടു, മന്നകനുണ്ട് കുണിങ്ങിട്ടു, പാർമുടി രണ്ടായി രണ്ണിയിട്ടു, ചേലിൽ റിബൺ കെട്ടി മാറിലിട്ടു. സാറാമ്മയുടെ അപ്പച്ചൻ്റെയും രണ്ടാനമ്മയുടെയും ദാമ്പത്യ ജീവിതത്തിലെ കണ്ണിലെ കരടാണ് നമ്മുടെ സാറാമ്മ. രണ്ടാനമ്മയുടെ കുശുമ്പിലും ഏകാന്തതയിലും ദുഃഖം അനുഭവിക്കുന്നവളാണ് നമ്മുടെ സാറാമ്മ. പക്ഷേ അവൾ ദുഃഖം പുറത്ത് കാണിക്കാറേ ഇല്ല, അവൾക്ക് മറച്ചു വെക്കാൻ അറിയാം. ഒറ്റപ്പെടലിൻ തുരുത്തിലാണ് പക്വതയുള്ളവൾ കോമളാങ്കി, ഒറ്റപ്പെടലിൻ തുരുത്തിലാണ് പക്വതയുള്ളവൾ കോമളാങ്കി. സാറാമ്മയുടെ അപ്പച്ചന്റെ വീട്ടിലെ ഒരു മുറിയിൽ വാടകയ്ക്ക് താമസിക്കാണ് നമ്മുടെ കേശവൻ നായർ. കേശവൻ നായർക്ക് സാറാമ്മയോട് കടുത്ത പ്രേമം. കേശവൻ നായർ വളരെ ആലോചിച്ച് ഒരു പ്രേമലേഖനം എഴുതി തുടങ്ങി. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം
പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ഞാൻ സാറാമ്മയോടുള്ള പ്രേമത്തിൽ മുങ്ങിക്കഴിയുകയാണ്. ഗാഠമായി ചിന്തിച്ച് മധുരോധാരമായ ഒരു മറുപടി തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാറാമ്മയുടെ സ്വന്തം കേശവൻ നായർ അതാ പെട്ടെന്ന് തന്റെ പുറയിൽ സാറാമ്മ വന്ന് നിൽക്കുന്ന പോലെ. ഓ ഇല്ല, അതൊരു വെറും തോന്നലായിരുന്നു. അങ്ങനെയാണല്ലോ, ഒരു പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, കാമുകി എവിടെ നോക്കിയാൽ മുമ്പിലും പുറകിലെല്ലാം കാമുകിയാണ്. സാറാമ്മയുടെ സന്തോഷം ആകെ പങ്കുവയ്ക്കുന്നത് കേശവൻ നായർ കൊണ്ടുവരുന്ന ചില മാസികകളും വാരികകളും ഒക്കെ വായിച്ചാണ്. ഇവരുടെ സ്വഭാവ സാദൃശ്യവും അനുകൂല സാഹചര്യം മൂലം ഇവരെപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുമായിരുന്നു. കേശവൻ നായർക്കാണെങ്കിൽ ദിനം പ്രതി പ്രേമം ഇങ്ങനെ ഉയർന്നു വരികയാണ്. കേശവൻ നായരുടെ പ്രേമത്തിനൊരു ഗ്രാഫൊന്നുമില്ല. എല്ലാവരുടെയും എങ്ങനെയാണല്ലോ, പ്രേമം നടന്നു കഴിഞ്ഞാൽ ഒറ്റ പോക്കാണ്. രാഗം വളർന്നങ്ങ് ആകാശം മുട്ടുന്ന പോലെയായി, മുട്ടിട്ടു വന്നനുരാഗം വളർന്നങ്ങ് ആകാശം മുട്ടുന്ന പോലെയായി. വളർന്ന പ്രേമം വളർന്നു വന്ന ആകാശത്തോളം എത്തി. കേശവൻ നായർ തൻ്റെ പ്രേമം ഒന്ന് പ്രകടിപ്പിക്കാൻ, ഒന്ന് മനസ്സിലാക്കാൻ ഒരുപാട് പാടുപെടുകയാണ്. പക്ഷേ സാറാമ്മയാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. എല്ലാം മൂടി വയ്ക്കും. അവൾക്ക് നന്നായിട്ട് അറിയാം എല്ലാം മൂടി വയ്ക്കാൻ. കേശവൻ നായർ തൻ്റെ സെന്റ് കുപ്പിയുടെ അടപ്പ് തുറക്കുമ്പോൾ സാറാമ്മ മൂക്കുവത്തും. എന്താണ് ഇവിടെ ഒരു വാട? ഒരു ദിവസം കേശവൻ നായർ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തൻ്റെ മുറിയുടെ ജനലിൽ കൂടെ സാറാമ്മ എന്തോ ഒന്ന് കമ്പിട്ട് കുത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നു. കൈയോടെ പിടികൂടി. സാറാമ്മയോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ പാടുപെടുന്നത്? നീ എന്നോടൊന്ന് ചോദിച്ചാ പോരെ? എന്റെ സുന്ദര സുരഭില ഹൃദയത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരില്ലേ? സാറാമ്മ പറഞ്ഞു, ഞാൻ ഒരു ചെറിയൊരു വാരിക എടുക്കാൻ ശ്രമിച്ചതിനാണോ നിങ്ങൾ എന്നെ കളിയാക്കുന്നത്? പിറ്റേ ദിവസം രാവിലെ സാറാമ്മ വെളിയിൽ നിൽക്കുമ്പോൾ കേശവൻ നായർ ഓഫീസിൽ പോകുന്ന വഴിക്ക് തന്റെ ഹൃദയത്തിന്റെ സുന്ദര സുരഭില താക്കോൽ എറിഞ്ഞു കൊടുത്തു. തരുന്നിതാ ഞാനെൻ ഹൃദയം, തരുമോ പകരം നിൻ ഹൃദയം? തരുമോ ഞാനെൻ ഹൃദയം, തരുമോ നീയും നിൻ ഹൃദയം? മനം നിറഞ്ഞ് വരുന്നു ഞാൻ, മനസ്സലിഞ്ഞു മനം തുറക്കൂ. മനം നിറഞ്ഞു തരുന്നു ഞാൻ, മനസ്സലിഞ്ഞു മനം തുറക്കൂ. യാതൊരുവിധ മാറ്റമില്ലാതെ സാറാമ്മ വീണ്ടും അവളുടെ മനസ്സ് മൂടി വെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. സാറാമ്മ ഒരു ദിവസം വന്ന് പറഞ്ഞു, എനിക്ക് ഒരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ട്. ക്രിസ്ത്യാനികളായിരിക്കും, അതെ, പക്ഷേ സ്ത്രീധനവും ചോദിക്കുന്നുണ്ട് ഒരുപാട്. ഈ സ്ത്രീധനം ഒരു നല്ല ഏർപ്പാടല്ലേ സാറാമ്മേ? നല്ല ഏർപ്പാട്. എന്നെ കെട്ടിക്കൊണ്ട് പോയാല് എൻ്റെ ചെലവിന്, എൻ്റെ ജൗളിക്ക്, എൻ്റെ സെന്റ് കുപ്പിക്ക്, എൻ്റെ പേരിന്, പിറപ്പിന്, എൻ്റെ പിന്നെ 16 അടിയന്തരത്തിന് കൂടി എൻ്റെ അതിന് ചെലവുണ്ട്. ആ ചെലവിന് ഞാൻ മുൻകൂറായി കൊടുക്കണമെന്നാണോ പറയുന്നത്? കേശവൻ നായർക്ക് അവളുടെ ആ പുരോഗമന ചിന്താതി വളരെയധികം ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, കെട്ടേണം ക്രിസ്ത്യാനി നായരെയും, നമ്പൂരി കെട്ടേണം ഇഴവനെ. കെട്ടേണം ക്രിസ്ത്യാനി നായരെയും, നമ്പൂരി കെട്ടേണം ഇഴവനെ. മുസ്ലിം കെട്ടേണം ഹിന്ദുവിനെ, കെട്ടേണം കെട്ടേണം ജാതി മാറി. കേശവൻ നായർക്ക് തോന്നി ഇത് തന്നെയാണ് നല്ല സമയം. താൻ ആ എഴുതി വെച്ച പേപ്പർ, പ്രേമലേഖനം കൊടുക്കുവാൻ പറ്റിയത്. ഈ പ്രേമലേഖനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, പണ്ടൊക്കെ ഒരു പ്രേമം തുടങ്ങിയാൽ എങ്ങനെയെങ്കിലും അപ്പുറത്തൊന്നും അറിയിക്കാൻ എന്ത് പാടാണ്. ആകെയുള്ളത് ഈ എഴുത്ത് മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെയാണെങ്കിലോ SMS, ഫേസ്ബുക്ക്, ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചാൽ മതി. പിന്നെയല്ലേ ഡാഡി മമ്മി വീട്ടിലില്ല, കാണുമില്ല, പുറകിലത്തെ വാതിൽ വഴി കേറി വാ. ഡാഡി മമ്മി വീട്ടിലില്ല, താഴത്തെ കാണുമില്ല, പുറകിലത്തെ വാതിൽ വഴി കേറി വാ. ഡാഡി മമ്മി വില്ല, ആരുമില്ല, ഓടിവാ എന്നാ പറയുന്നത്. അന്നത്തെ കാലത്ത് കിട്ടിയതിലൊക്കെ എഴുതി വിടാനേ പറ്റുള്ളൂ. നിങ്ങൾ ശാകുന്തളം ഓർമ്മയില്ലേ? ശാകുന്തളം
താമരയിലകളിൽ അരയന്ന പെൺകൊടി കാമലേഖനമെഴുതുമ്പോ. അന്നൊക്കെ താമരയിലകളിലൊക്കെയാണ് എഴുതി വിടുന്നത്. എന്ത് ചെയ്യാം, ഈ പ്രേമം അങ്ങോട്ട് കയറി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എന്താ ചെയ്യാന്ന് അറിയത്തില്ല. എന്തിനു നമ്മൾ തയ്യാറാണ്. ഓഹോ, മാനത്തെ പോയിട്ട് അമ്പിളിയമ്മാനെ പിടിക്കണോ, പിടിച്ചു കളയാവുന്ന പ്രശ്നമില്ല. ചെറിയൊരു രാജ്യമൊക്കെ വെട്ടിപ്പിടിക്കണമെങ്കിൽ ആ പ്രേമിച്ച് നടക്കുന്ന പറഞ്ഞാൽ മതി, അപ്പൊ പിടിച്ചിരിക്കും. ഇവിടെ അതന്നെ സംഭവിച്ചിരിക്കുന്നത്. കേശവൻ നായരുടെ ശരീരത്തിൽ സാറാമ എന്ന മയക്കുവെടി തറച്ചിരിക്കുകയാണ്. സാറാമയെ കേശവൻ നായർക്കാണെങ്കിലോ ഒരു ലഹരി തന്റെ മയക്കുവെടി തന്റെ ശരീരത്തിലിരിക്കുകയാണ്. പതുക്കെ സാറാമ തന്റെ ആ എഴുത്ത് കയ്യിൽ കൊടുത്തു. സാറാമ യാതൊരു ഭാവഭേദവുമില്ലാതെ വായിച്ചു. ഇത്രയേ ഉള്ളൂ, ചുരുട്ടിക്കൂട്ടി ഒരേറെ. പാവം കേശവൻ നായർ വിഷമിച്ചുപോയി. സ്വതമേ തമാശക്കാരനായ കേശവൻ നായർ പറഞ്ഞു, സ്ത്രീകളുടെ ജീവിതം ഉത്കൃഷ്ടമാണെങ്കിലും നിങ്ങളുടെ തലയിൽ നിലാവെളിച്ചമാണ്, നിലാവെളിച്ചം. ഡബിൾ ഡബിൾ ക്രൂരഹൃദയമേ. ഉരുകുകയാണ് ആ സ്വപ്ന ഗോപുരം, ചിരകാല സ്വപ്നം വലിച്ചെറിഞ്ഞപ്പോ. ഉരുകുകയാണ് സ്വപ്ന ഗോപുരം, ചിരകാല സ്വപ്നം വലിച്ചെറിഞ്ഞപ്പോ. തന്റെ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാറാമ്മ ഒരു ദിവസം കേശവൻ നായരോട് പറഞ്ഞു, എനിക്ക് ഒരു ജോലി വേണമായിരുന്നു. ജോലിയോ? അതെ, എനിക്ക് എൻ്റെ ഏകാന്തതയിൽ രക്ഷപ്പെടാൻ ഒരു ജോലി വേണം. ഞാൻ നോക്കട്ടെ, എന്ത് ജോലിയാണെങ്കിലും സ്വീകരിക്കുമോ? സ്വീകരിക്കാം. പക്ഷേ സാറാമ്മേ, ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ജോലി ഇച്ചിരി കഠിനമാണ്, സ്വീകരിക്കുമോ എന്ന് എനിക്കറിയാം. ഇല്ലില്ല, എനിക്കൊരു ജോലി വേണം. ആ ജോലി എന്താണെങ്കിലും ഞാൻ സ്വീകരിക്കാം. തന്റെ ഹൃദയമാകുന്ന സെന്റ് കുപ്പിയുടെ അടപ്പ് ടപ്പേന്ന് തുറന്ന് കേശവൻ നായർ ആ രഹസ്യം പുറത്തോട്ട് വിട്ടു. ഞാൻ സാറാമ്മയെ പ്രേമിക്കുന്നത് പോലെ എന്നെ സാറാമ്മയും പ്രേമിക്കണം. അതാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്ന മഹത്തായ ജോലി. സാറാമ്മയുടെ കണ്ണുകൾ പ്രകാശപൂരിതമായി. ജോലി കൊള്ളാമല്ലോ. ശമ്പളം മാസം 20 രൂപ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ശമ്പളത്തിനായി പ്രേമിക്കുന്ന ഒരു കാമുകി ഇതാ നിങ്ങളുടെ മുമ്പിൽ. സാറാമ്മ തന്റെ ജോലി അഭംഗുരം 24 മണിക്കൂറും ചെയ്തുകൊണ്ടിരുന്നു. മായാജാല ചെപ്പിനുള്ളിലെ മാണിക്യ കല്ലാണ് പ്രേമം, ഒരു മാണിക്യ കല്ലാണ് പ്രേമം. മായാജാല ചെപ്പിനുള്ളിലെ മാണിക്യ കല്യാണ് പ്രേമം, മാണിക്യ കല്യാണ് പ്രേമം. ഈ സാറാമ്മയ്ക്ക് ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ ഒരു തമാശയാണ്, ഒരു സീരിയസ്നെസ്സും ഇല്ല. സാറാമ്മ ഒരു ദിവസം പറഞ്ഞു, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തലകുത്തി നിൽക്കുമോ? എടി ഡബിൾ ക്രൂര ഹൃദയമേ. കേശവൻ നായർ റെഡിയായി തലകുത്തി നിന്നു. പിന്നീട് അവരുടെ സ്വകാര്യ സല്ലാപങ്ങൾക്കിടയിൽ ഒരു ദിവസം അവർക്കുണ്ടാകാൻ പോകുന്ന മകന് വേണ്ടിയിട്ട് ഒരു പേര് കണ്ടുപിടിക്കണമെന്ന് രണ്ടുപേരും തീരുമാനിച്ചു. പേരുകൾ റഷ്യൻ വന്നു, ചൈനീസ് വന്നു. അവസാനം അവരൊരു പേരിൽ വന്നു, ആകാശമിഠായി. ആകാശമിഠായി. അതെ, ജാതി വേണ്ട, മതം വേണ്ട, ദേശം വേണ്ട, ഭാഷ വേണ്ട. കേശവൻ നായർ ഒന്ന് വിളിച്ചുറപ്പിച്ചു, എടാ മോനെ ആകാശമിഠായി. കൊള്ളാം, ഭേഷ്, ഭലേ ഭേഷ്. ഇതിനിടയിലാണ് ഈ പ്രേമം വന്നു കഴിഞ്ഞാലാണല്ലോ പതുക്കെ ലൈനൊന്നും മാറുമല്ലോ, ചെറിയ വികാരങ്ങളൊക്കെ പൊങ്ങിത്തുടങ്ങി. സൗന്ദര്യ റാണിയാം പ്രേയസിക്ക് ചുടുചുംബനം നൽകാൻ ആശയുണ്ട്. സൗന്ദര്യ റാണിയാം പ്രേയസിക്ക് ചുടുചുംബനം നൽകാൻ ആശയുണ്ട്. സാറാമേ, ഞാനൊന്ന് ചുംബിച്ചോട്ടെ. എന്നെയോ ചുംബിക്കാനോ? ഇതൊന്നും നമ്മുടെ കരാറിലില്ല. കേശവൻ നായർ വളരെ വിഷമിച്ചു പോയി. ഒരു ദിവസം കേശവൻ നായർ ഓഫീസിൽ നിന്ന് വരുമ്പോൾ മുഖം വളരെ മ്ലാനമാണ്. കേശവൻ നായർ പറഞ്ഞു, സാറാമേ, എനിക്ക് മദ്രാസിൽ ഉയർന്ന ഒരു ജോലി കിട്ടിയിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അവിടെ പോയി ജോയിൻ ചെയ്യണം.
അപ്പോൾ എന്റെ ശമ്പളവും കൂട്ടുമായിരിക്കുമല്ലോ. ശരി, കൂട്ടും. സാറാമ്മേ, നിങ്ങളെ വിട്ട്, ഈ ദേശം വിട്ട് പോകുന്നതിന് എനിക്ക് മടിയാണ്. ഞാൻ നിന്നെ രജിസ്റ്റർ മാരേജ് കഴിക്കാം. നീ എൻ്റെ കൂടെ വരുമോ? സാറാമ്മ ഒന്നും പറയുന്നില്ല. സാറാമ്മ വീണ്ടും ചോദിച്ചു, എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചനെ വാടക കൊടുത്തോ? കൊടുത്തു. ഈ വഴിച്ചെലവിനും ടിക്കറ്റിനുമുള്ള പൈസ എവിടുന്ന് കിട്ടി? ഞാൻ എൻ്റെ വാച്ചും മോതിരവും വിറ്റു. സാറാമ്മ ഒന്നും പറഞ്ഞില്ല. കേശവൻ നായർ ചോദിച്ചു, നീ എൻ്റെ കൂടെ വരുമോ? അവൾ ഒന്നും പറയാതെ വീടിന് വെളിയിൽ പോയി. ഒരു മോഹമുണ്ടേ, ഒരു മാല നിന്റെ കോമൽ കഴുത്തിലൻ കൈനാൽ ചാർത്താൻ. ഒരു മോഹമുണ്ടേ, ഒരു മാല നിന്റെ കോമൽ കഴുത്തിലൻ കൈനാൽ ചാർത്താൻ. കേശവൻ നായർ കാത്തിരുന്നു. സാറാമ്മ തിരിച്ചു വന്ന് ഒരു പൊതി കൊടുത്തിട്ട് പറഞ്ഞു, ഈ പൊതി ട്രെയിനിൽ വെച്ച് മാത്രമേ തുറക്കാവുള്ളൂ. വാക്ക് തരണം, തീർച്ചയായും വാക്ക് തരണം. തന്നിരിക്കുന്നു. കേശവൻ നായർ ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ എൻ്റെ കൂടെ വരുന്നോ? നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാം. അവൾ പറഞ്ഞു, നാളെ വെളുപ്പിനെ പോകുമ്പോൾ എൻ്റെ മുറിയിലേക്ക് വരൂ. ഞാൻ അപ്പോൾ ഒരു മറുപടി പറയാം. കേശവൻ നായർ സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിന്നാത്മനായകൻ ഇന്നുരാവിൽ നിദ്രയില്ലാതെ ഞാൻ കാത്തിരിക്കും. കേശവൻ നായർ കരഞ്ഞുപോയി. കേശവൻ നായർ അന്ന് ഉറങ്ങിയിട്ടില്ല. രാവിലെ പെട്ടിയുമെടുത്ത് എല്ലാം വീട്ടിൽ പോവാൻ, ട്രെയിനിൽ പോവാൻ തയ്യാറായി. സാറാമ്മയുടെ മുറിയുടെ വാതിലെത്തി. സാറാമ്മേ, സാറാമ്മേ, അതാ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. മുറിക്കകത്ത് കയറി. സാറാമ്മ അവിടെ ഇല്ല. എവിടെ പോയി? അതാ ആ കട്ടിലിൽ ഒരു തുണ്ട് കഷ്ണം കടലാസ് തന്റെ കണ്ണുകളിൽ ഉടക്കി. അതെടുത്ത് കേശവൻ നായർ ഇങ്ങനെ വായിച്ചു. പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയും അറിയുന്നതിന്, ജീവിതം യൗവന സുരഭിലവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എനിക്ക് ഒരു നല്ല ജോലി കിട്ടിയിരിക്കുന്നു. സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കുവാൻ മുഷിഞ്ഞ ഉടുതുണിയോടെ ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ പോകുന്നു എന്ന് നിങ്ങളുടെ സാറാമ്മ. കേശവൻ നായർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓടി. സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ അറിയാതെ പാടിപ്പോയി. കരം കോർത്ത് കരളി ചേർത്ത് ധീരയായി പോകയായി, കരം കോർത്ത് കരളി ചേർത്ത് ധീരയായി പോകയായി, സ്നേഹമന്ത്രമോദ്രമോദി ഞങ്ങളിതാ പോകയായി, സ്നേഹമന്ത്രമോദിയോതി ഞങ്ങളിതാ പോകയായി, കരം ചേർത്ത് കരളി ചേർത്ത് ധീരമായി പോകയായി, സ്നേഹമന്ത്രമോദിയോതി ഞങ്ങളിതാ പോകയായി. അതാ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. സാറാമ്മ, തന്നെ എല്ലാമല്ലായമായ സാറാമ്മ അതാ അവിടെ നിൽക്കുന്നു. ഒരു ഉഗ്രൻ ചൂളംവിളിയോടെ, ഒരു കൂക്കുവിളിയോടെ ആ ട്രെയിൻ വന്ന് അവിടെ വന്ന് നിന്നു. രണ്ടുപേരും ട്രെയിനിൽ കയറി. ആഹ്ലാദകരമായ നിമിഷങ്ങൾ. അതിൽ യാത്ര തുടർന്നു. പതുക്കെ സ്പീഡ് കൂടിയപ്പോൾ കേശവൻ നായർ പതുക്കെ സാറാമ്മയെ വിളിച്ചു, ആകാശമുട്ടായുടെ അമ്മേ. തിരിച്ചു വിളി വന്നു, ആകാശമുട്ടായുടെ അച്ഛാ. വണ്ടി അങ്ങ് പാഞ്ഞു പോവാണ്. കുതിച്ചുവായും മോഹന വണ്ടിയിൽ കുതിച്ചുവാഞ്ഞു ഹൃദയങ്ങൾ, കുതിച്ചുവായും മോഹന വണ്ടിയിൽ കുതിച്ചുവാഞ്ഞു ഹൃദയങ്ങൾ, കുളിർത്തണിഞ്ഞു ഹൃദയങ്ങൾ കുളിർമയോടെ ഹൃദയങ്ങൾ, കുളിർത്തണിഞ്ഞു ഹൃദയങ്ങൾ കുളിർമയോടെ ഹൃദയങ്ങൾ. ഈ ബഹളത്തിനിടയിൽ സന്തോഷ സമയത്തിനിടത്തിലാണ് ഓർത്തത്, തനിക്കൊരു പൊതി കിട്ടിയിട്ടുണ്ടല്ലോ. ആ പൊതി എടുത്ത് കേശവൻ നായർ തുറന്നു. അതാ അതിൽ നിറയെ താൻ കൊടുത്ത ശമ്പളം മുഴുവൻ അതിലിരിക്കുന്നു, നോട്ടുകൾ. അതിൽ നിന്ന് വാങ്ങിച്ച ലോട്ടറി അടിച്ച് കിട്ടിയ രൂപയും കൂടെ ചേർത്ത് 1099 രൂപ. കേശവൻ നായർ സന്തോഷം കൊണ്ട് എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു. സാറാമ്മ സുന്ദരമായി നെറ്റിയിൽ ഒരു ചുംബനം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വാച്ചും മോതിരവും വാങ്ങിക്കണോ? സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പായുകയാണ്. അതാ സാറാമ്മ തന്റെ ബ്ലൗസിന്റെ ഇടയിൽ നിന്ന് ഒരു കഷ്ണം കടലാസ് എടുത്തു. അതാ കേശവൻ നായർ കണ്ടു. ഈ മുഷിഞ്ഞ കളർ മാറിയ ഒരു കഷ്ണം തുണ്ട് പേപ്പർ അതാ
താൻ കൊടുത്ത പ്രേമലേഖനം അവളുടെ കയ്യിലിരിക്കുന്നു. സാറാമ്മ വായിച്ചു. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാറാമ്മയ്ക്ക് ബാക്കി വായിക്കാൻ പറ്റിയില്ല. സാറാമ്മ മിണ്ടാതെ കുറെ നേരം നിന്നു. സാറാമ്മ ഒരു ഉഗ്രൻ കെട്ടിപ്പിടുത്തോടെ, ഒരു ഉഗ്രൻ ചുംബനത്തോടെ പറഞ്ഞു, ഈ ലേഖനം ഇത് തന്നെയല്ലേ നമ്മുടെ പ്രേമലേഖനം, നമ്മുടെ ജീവിതം തന്നെയല്ലേ ഈ കത്ത്. സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പായുകയാണ്. കുതിച്ചു പായും മോഹന വണ്ടിയിൽ കുതിച്ചു പാഞ്ഞു ഹൃദയങ്ങൾ, കുതിച്ചു പായും മോഹന വണ്ടിയിൽ കുതിച്ചു പായും ഹൃദയങ്ങൾ, കുളിർത്തണിഞ്ഞു ഹൃദയങ്ങൾ കുളിർമയോടെ മിഥുനങ്ങൾ, കുളിർത്തണിഞ്ഞു ഹൃദയങ്ങൾ കുളിർമയോടെ മിഥുനങ്ങൾ. സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കൂടി അവരുടെ ജീവിതം ആ പാളത്തിലൂടെ അങ്ങ് പോവുകയാണ്. അതാ അങ്ങ് പോകുന്നു. അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അവരുടെ പുതിയ ജീവിതം തുടങ്ങുമ്പോൾ നമ്മൾ അന്യരുടെ സ്വകാര്യ ജീവിതത്തിൽ കടന്നു കയറാതെ ഞങ്ങളിവിടെ കഥ നിർത്തുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ചിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.